ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ആനിമെ കണ്ടു തുടങ്ങിയ സമയത്ത് ആനിമെ കാണുന്നവർ വളരെ കുറച്ചായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ കണ്ട സമയത്ത് ഞാനാകെ ആനിമെ കാണുന്ന ഞാനും വേറൊരു 2 പയ്യന്മാരും ആകെ ആനിമെ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ ആനിമെ കുറേ കൂടെ മെയിൻ സ്ട്രീമായി വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട്. ഇപ്പോൾ ആനിമെ ഫാൻസ് എല്ലായിടത്തും എവിടെ നോക്കിയാലും ആനിമെ ഫാൻസ് ഇപ്പോൾ ഇഷ്ടംപോലെ പൊട്ടിമുളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആനിമെ ഫാൻസ് പുതിയ വരുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ പുതിയ വരുന്ന ആനിമെ ഫാൻസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടു തുടങ്ങുന്ന ആനിമേസ് അല്ല ശരിക്കും നമ്മളൊരു ആനിമെ വേൾഡിലേക്ക് കടക്കുവാണെങ്കിൽ കണ്ടു തുടങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യണേ. സോ ആ പറഞ്ഞ വെച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പുതിയൊരു ആനിമെ കണ്ടു തുടങ്ങുന്നയാൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു ആനിമെ ഫാൻ തുടങ്ങുവാണെങ്കിൽ ആനിമെ ഫാൻ ആവാൻ തുടങ്ങുവാണെങ്കിൽ ഏതൊക്കെ ആനിമയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാനിപ്പോൾ പറയാം. സോ ഞാനൊരു 7 ആനിമേനെ പറ്റി പറയാം. അതിൻ്റെ അകത്ത് 3-4 സ്റ്റൈലുണ്ട്. നിങ്ങൾക്ക് ഏതാണ് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട സ്റ്റൈല് അത് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് കണ്ടു തുടങ്ങിയാൽ മതി. സോ ഇതിൻ്റെ കണ്ടീഷൻസ് ഞാൻ ഈ ആനിമെ സെലക്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് 1 നല്ല ആനിമെ ആയിരിക്കണം. 2 നമ്മുടെ ഒത്തിരി വലുതായിരിക്കും. ഇപ്പോൾ തുടങ്ങുന്ന ഒരുത്തൻ നറൂട്ടോയോ വൺ പീസോ കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ഒരുത്തൻ എന്നേലും ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോൾ തന്നെ ബൈക്ക് എടുത്ത് ഊട്ടിക്ക് ട്രിപ്പ് പോയാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ഭ്രാന്തന്മാരുണ്ടെന്ന്. സോ തുടങ്ങുമ്പോൾ കുറച്ച് ദൂരം പോവുക. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് എപ്പിസോഡുകളുള്ള പക്ഷെ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ആനിമേസ് ഒരു 7 ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ മതി. സോ ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുക എനിക്കൊരു ആനിമെ കണ്ടു തുടങ്ങണം ഏതാണ് റെക്കമെൻഡ് ചെയ്യുക, പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ല, എനിക്ക് ആനിമെ കണ്ടു തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് കണ്ണു മൂട്ടി റെക്കമെൻഡ് ചെയ്യുന്ന ആനിമയാണ് ഡെത്ത് നോട്ട്. ആനിമെ ഫാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ആനിമെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെത്ത് നോട്ട് ഏത് ടൈപ്പ് ആനിമയാണ് ഇഷ്ടമെങ്കിലും ഡെത്ത് നോട്ട് കണ്ടിരിക്കണം. കാരണം അത്രയ്ക്ക് അടിപൊളി ആനിമയാണ്. ആകെ 37 എപ്പിസോഡേ ഉള്ളൂ. പക്ഷേ ആ 37 എപ്പിസോഡിൽ ഒരു 5 സെക്കൻഡ് പോലും ഞാൻ കണ്ടിട്ട് എനിക്ക് ഓടിച്ചിടാൻ തോന്നാത്ത ഒരു ആനിമയാണത്. അതിൻ്റെ അകത്തെ സ്റ്റോറി ലൈൻ അടിപൊളിയാണ്, ക്യാരക്ടേഴ്സ് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നില്ല അത് നെക്സ്റ്റ് എന്ത് സംഭവിക്കാൻ പോകുന്നു അതിൻ്റെ അകത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു സിനിമയോ ഒരു സീരീസോ ഒന്നും കണ്ടിട്ട് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത്രയും ട്വിസ്റ്റുകളുള്ളൊരു ഒരു ഒരു സംഭവം ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്രയ്ക്കും അടിപൊളി ആനിമയാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടെ ലാഘവത്തോടെ കോമഡി വല്ലതും കണ്ട് അല്ലെങ്കിൽ ഇച്ചിരി ചിരിക്കാനുള്ള ടൈപ്പ് സംഭവങ്ങളാണ് ഇഷ്ടം. അങ്ങനെയുള്ളൊരു ആനിമെ കണ്ടുകൂടെയാണെങ്കിൽ 12 എപ്പിസോഡ് കൊണ്ട് 12 എപ്പിസോഡിൽ ചിരിച്ച് ചിരിച്ച് എന്നെ മടുപ്പിച്ച ഒരു ആനിമയുണ്ട്. ഗ്രാൻഡ് ബ്ലൂ എന്നും പറഞ്ഞൊരു ആനിമെ. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സൂപ്പർ നാച്ചുറൽ ഒന്നുമില്ല. വളരെ നോർമലായിട്ടുള്ളൊരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ഒരു ലൈഫ് എന്നുള്ള രീതിയിലുള്ളൊരു ആനിമയാണിത്. ഞാനിപ്പോൾ കാണുന്ന ആനിമകളെ പറ്റി ഒന്നും ഞാൻ ആം, കഥയൊന്നും എക്സ്പ്ലനേഷൻ തരില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആനിമെ ഫാൻ ആയതുകൊണ്ട് എനിക്കറിയാം. കഥ പറയുന്നത് ആനിമെ ഫാനിന് ഏറ്റവും കലിയുള്ള കാര്യമാണ്. സോ ഇപ്പോൾ നിങ്ങളിപ്പോൾ കോമഡി ടൈപ്പ് ആനിമയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് ഗ്രാൻഡ് ബ്ലൂ എന്ന് പറഞ്ഞ ആനിമ. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഫൈറ്റിംഗ് ആണ് ഇഷ്ടം, മാർഷൽ ആർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ മാർഷൽ ആർട്സ് ആവണമെന്നില്ല, ജസ്റ്റ് ഫൈറ്റിംഗ് ഇഷ്ടമാണെങ്കിൽ ഈ കണ്ട നമ്മുടെ ടോക്കി റാവഞ്ചേഴ്സ് ഒന്നുമല്ല കാണേണ്ടത്, ബാക്കി ഹാൻമയാണ് കാണേണ്ടത്. അതിൻ്റെ അകത്തെ ഫൈറ്റ് സീക്വൻസുകൾ പോലെയുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് വേറെ ഒരു ആനിമയിലും ഞാൻ കണ്ടിട്ടില്ല. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റുകളാണ്. മാർഷൽ ആർട്സ് നമുക്ക് സിനിമയിൽ മറ്റേ ഈ നമ്മളിങ്ങനെ പറന്ന് നടക്കുന്ന കങ്ഫു സിനിമയിലെ കണ്ട് പറന്ന് കണ്ടിരിക്കുന്ന മാർഷൽ ആർട്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഒരു കുറച്ചുകൂടെ റിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചുകൂടെ ബിലീവബിൾ ആയിട്ടുള്ള അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ചു അങ്ങനത്തെ ഒരു സ്റ്റൈലിലുള്ളൊരു അടിപൊളി മാർഷൽ ആർട്സിന്റെ പ്യുവർ ടോപ്പ് ലെവൽ എന്തെത്താൻ പറ്റുമോ അതിനെ ബേസ് ചെയ്തുള്ള ഒരു ആനിമയാണ് ബാക്കി ഹാൻമ. ഇപ്പോൾ കറണ്ട്ലി 2 സീസണാണ്. മാങ്കയ്ക്കകത്തുന്നുള്ള സ്റ്റോറി കുറച്ചൊക്കെ മിസ്സിംഗ് ഉണ്ട്. പക്ഷേ 2 സീസൺ 39 എപ്പിസോഡിൽ ടോട്ടലുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് കവർ ആകുന്നുണ്ട്. അത് കാണേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളിനി ആനിമ കണ്ടു തുടങ്ങുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതല്ല ആ 39 എപ്പിസോഡിൽ കഥ അത്യാവശ്യം കംപ്ലീറ്റ് ആയിട്ട് ആ 39 എപ്പിസോഡിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ സ്റ്റോറിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഞാൻ ഒരു ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്, ഇതിൽ നല്ല സ്റ്റോറിയുള്ള വേറെ ആനിമേസ് ഉണ്ട്. പക്ഷേ ചെറിയ 64 എപ്പിസോഡുകളിൽ സ്റ്റോറി നല്ല അടിപൊളി സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉള്ള അതിനകത്ത് ഇമോഷൻസ് നല്ല അടിപൊളി ഇമോഷൻസ് കൺവേ ചെയ്യുന്നൊരു ആനിമയാണ് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ്. ഓ എൻ്റെ മോനെ, അത് കണ്ടു നോക്കണം നിങ്ങൾക്ക്. ഒരു നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനോടുള്ള ബോണ്ടിൻ്റെ ഇത് കാണിക്കുന്നത്, നമുക്കൊരു ഫാമിലി മെമ്പറിൽ നമുക്കൊരാളോടുള്ള ഒരു ബോണ്ട്, അയാൾക്ക് വേണ്ടി നമ്മൾ എവിടം വരെ പോകുമെന്ന് കാണിക്കുന്നതിന് വളരെ നല്ല ഒരു ഹ്യൂമൻ ബോണ്ടിൻ്റെ പവർ കാണിക്കുന്ന ഇത്രയും നല്ലൊരു ആനിമ വേറെയും കണ്ടിട്ടില്ല. അത്രയ്ക്കും അടിപൊളി ഒരു
64 എപ്പിസോഡുകൾ ഇത്രയും നല്ല നമുക്ക് അവരോട് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നും ആനിമെ തീരുമ്പോഴത്തേനും. ഇത് കുറച്ചുകൂടി ഒരു ഫാന്റസി ബേസ്ഡ് ആണ്. പക്ഷെ പ്യുവർ ഫാന്റസി അല്ല. നമ്മുടെ വേൾഡിൽ കുറച്ചുകൂടെയും മാജിക്കോ അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് മാജിക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൽക്കെമി, മാജിക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തുള്ള പ്യുവർ നമ്മുടെ നോർമൽ ലൈഫിനെ പറ്റിയല്ല, കുറച്ചുകൂടി ഫാന്റസി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആനിമയാണ് ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ്. പക്ഷെ അടിപൊളി ആനിമയാണ്, ഉറപ്പായിട്ടും കണ്ടുനോക്കുക. ഈ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് പോലെ തന്നെ ഇച്ചിരൂടെ ഒരു അതുപോലെ തന്നെ ഒരു സ്റ്റോറി, നല്ലൊരു സ്റ്റോറി ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ ഈ ഫാന്റസി മാറി കുറച്ചുകൂടി ഒരു നമ്മുടെ ഈ വാമ്പയർ ഗൂൾസ് ആ സ്റ്റൈലിലേക്ക് വരുന്നത് നമ്മുടെ ഒരു സ്റ്റൈലിലുള്ള ഒരു ആനിമയാണ് ടോക്കിയോ ഗൂൾ എന്ന് പറയുന്നത്. ടോക്കിയോ ഗൂൾ ഏതായാലും കുറച്ച് പേരെല്ലാം കേട്ടിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഇൻട്രോ പാട്ടുണ്ട്, അത് കുറേ പേരേലും ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട്. കാരണം അത്രയ്ക്കും അടിപൊളി പാട്ടാണ്. നിങ്ങൾക്ക് ആ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് സംഭവം എന്ന്. കേട്ടാൽ അപ്പം തന്നെ മനസ്സിലാവും. ഇതും കുറച്ച് എപ്പിസോഡുള്ളൂ, 48 എപ്പിസോഡുള്ളൂ. ഇതിൻ്റെ അകത്തും നല്ലൊരു സ്റ്റോറി ഉണ്ട്, കുറേ ഫൈറ്റ് സീക്വൻസുകളുണ്ട്. ഇതും വളരെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആനിമയാണ്. അപ്പോൾ നിങ്ങൾ ടോക്കിയോ ഗൂൾ എന്ന് പറയുന്നത് ഈ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റ് പറയുന്നത് രണ്ടും സ്റ്റോറി ഉള്ളതാണ്. പക്ഷേ ഫുൾ മെറ്റൽ ആൽക്കെമിസ്റ്റിൽ കുറച്ചുകൂടി ഒരു ബോണ്ട്, നമുക്കൊരു ഫാമിലി ബോണ്ട് അല്ലെങ്കിൽ ഒരാളോടുള്ള ഒരു ബോണ്ടിനെ പറയുന്നതാണെങ്കിൽ, നമ്മുടെ ടോക്കിയോ ഗൂളിൻ്റെ അകത്ത് അയാളുടെ ഒരു ഇമോഷണൽ ടെർമോയിൽ അയാൾ എങ്ങനെയാണ് അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ തരണം ചെയ്യുക, ഒരാളെ പറ്റിയുള്ളതാണ് കുറച്ചുകൂടെ അയാളുടെ ഒരു ലൈഫ് സ്റ്റോറി എന്ന രീതിയിലുള്ളൊരു ആനിമയാണ് ടോക്കിയോ ഗൂൾ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്പോർട്സ് ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ സ്പോർട്സ് ബേസ്ഡ് ഒരു ആനിമ കണ്ടു പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. ഹൈക്കു എന്ന് പറഞ്ഞൊരു ആനിമ ഉണ്ട്. അത് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം അതിപ്പോഴും ഫിനിഷ് ആയിട്ടില്ല. സോ ഫിനിഷ് ആയിട്ടുള്ള ആനിമകളാണ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള റെക്കമെൻഡ് ചെയ്യുന്നത് കുറോക്കോനോ ബാസ്കെ എന്നും പറഞ്ഞൊരു ആനിമയുണ്ട്. കുറോക്കോനോ ബാസ്കെ ബാസ്കറ്റ് ബോളിനെ ബേസ് ചെയ്തുള്ളൊരു ആനിമയാണ്. അപ്പോൾ ആനിമയാണെങ്കിൽ ആയതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒന്നും അങ്ങനെ നോർമൽ രീതിയിൽ പോകുന്നതായിരിക്കില്ല ആനിമ ആയതുകൊണ്ട്. സോ ഇത് പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഒരു ആനിമയാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടർ നമുക്ക് പറയാം, പക്ഷെ അവൻ്റെ കൂടെ തന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ളവരും ഒരു മെയിൻ ക്യാരക്ടർ പോലെ തന്നെ വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആനിമയാണ്. ഇതിൻ്റെ അകത്ത് ബാസ്കറ്റ് ബോളിനെ പറ്റി കളിക്കുന്ന സാധാ നമ്മൾ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ പറയുന്ന രീതിയിലുള്ള ഭയങ്കര പൊക്കവും ഭയങ്കര സ്പീഡ് അങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ ബാസ്കറ്റ് ബോൾ ഇങ്ങനെ കളിക്കാൻ പറ്റും. പിന്നെ ഓരോ കളിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ്, നല്ല കണ്ടിരിക്കാൻ നല്ല രസമുള്ള ഒരു ആനിമയാണ്. കുറോക്കോന ബാസ്കയും അത്ര ഷോർട്ടല്ല, ഒരു 75 എപ്പിസോഡുകളുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് പല സീസണായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിഞ്ച് ചെയ്ത് കാണാം, അല്ലെങ്കിൽ പതിയെ പതിയെ സമയമെടുത്ത് കാണാം. പിന്നെ കുറച്ചൊക്കെ ഓടിച്ചു വിട്ടാലും പെട്ടെന്ന് കുറച്ച് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി ഫില്ലർ പോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓടിച്ചിടാം. അതും ഒത്തിരി സമയമെടുക്കില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സ്പോർട്സ് ഫാൻസിന് വേണ്ടി പറ്റിയ ഒരു ആനിമയാണ് കുറോക്കോന ബാസ്കറ്റ്. ഇനിയിപ്പോൾ ഇതല്ല, നിങ്ങൾക്ക് ലവ് സ്റ്റോറി അല്ലെങ്കിൽ റൊമാൻസ് കുറച്ചുകൂടെ അങ്ങനത്തെ കൊറിയൻ സീരീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് വളരെ പറ്റിയൊരു സീരീസ് ഉണ്ട്. അതാണ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഒരു പെണ്ണും കുറേ ആണുങ്ങളുമുള്ള, അതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേക ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ട്വിസ്റ്റ് നിങ്ങൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഉള്ള ഫ്ലോയിങ് ആവും. സോ ഫ്രൂട്ട് ബാസ്ക്കറ്റും ഒരു 10-64 എപ്പിസോഡുള്ള, അതിൻ്റെ അകത്ത് ഇങ്ങനെ വലിയ ഫൈറ്റിങ് അല്ലെങ്കിൽ ഭയങ്കര റിയാലിറ്റി ബേസ്ഡ് അല്ല, കുറച്ചൊക്കെ ഫാൻറ്റസി ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഫൈറ്റിങ്ങും ഹൈ സ്പീഡ് ആക്ഷൻ അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു കൊറിയൻ സീരീസ് അല്ലെങ്കിൽ ഒരു കൊറിയൻ മൂവി സ്റ്റൈലുള്ളൊരു റോം കോം സ്റ്റൈൽ തന്നെ പറയും, റോം കോം സ്റ്റൈലുള്ള ഒരു ആനിമയാണ് ഫ്രൂട്ട് ബാസ്ക്കറ്റ്. അപ്പോൾ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു, നമുക്കിങ്ങനെ വളരെ ശാന്തതയോടെ ഇരുന്ന് ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പിൾസൊക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു ആനിമയാണ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പോണതിന് മുമ്പ് ഞാൻ ബോണസായിട്ടൊരു ആനിമ പറഞ്ഞു തരാം. നിങ്ങളിപ്പോൾ കാർ ബൈക്ക് ഭ്രാന്തനൊക്കെ ആണെങ്കിൽ കാണാൻ പറ്റിയ ഒരു അടിപൊളി ആനിമയുണ്ട്, ഇനീഷ്യൽ ഡി എന്നതിൻ്റെ പേര്. പക്ഷെ അതിൻ്റെ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, അത് ഇച്ചിരി നല്ല പഴക്കമുള്ള ആനിമ. അതുകൊണ്ട് മാത്രം അതിൻ്റെ ഒരു അതിൻ്റെ ആനിമേഷൻ സ്റ്റൈൽ ഇച്ചിരി ഔട്ട്ഡേറ്റഡാണ്. പക്ഷെ അത് അവർ റീമേക്ക് ചെയ്ത് മൂവി പോലെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ആണെങ്കിൽ അങ്ങനെ കണ്ടു നോക്കാം. അല്ല പുതിയ റീമാസ്റ്റേർഡ് വേർഷൻ ആണ്. ഈ റീമാസ്റ്റേർഡിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂവി ആയിട്ട് ഇറക്കിയത്.
അതിന്റകത്ത് ഫുൾ സ്റ്റോറി ഉണ്ട്. പക്ഷെ എന്നാ ഫുൾ സ്റ്റോറി ഇല്ല എന്നുള്ള രീതിയിലാണ് അവരെറക്കിയേക്കുന്നത്. 2 ആയാലും വേണമെങ്കിൽ 2ഉം കണ്ടു നോക്കിക്കോ. ഏതായാലും മണ്ടിപ്രാന്തന്മാരാണെങ്കിൽ നിങ്ങളത് കണ്ടു കാണും. കാരണം ജെഡിഎം കൾച്ചർ ജപ്പാനാണേലും ലോകത്താണേലും ജെഡിഎം കൾച്ചർ ഭയങ്കരമായിട്ട് വളരാൻ തന്നെ ഒരു കാരണമായിട്ടുള്ള ഒരു ആനിമെയാണ് ഇനീഷ്യൽ ഡി. സോ നമ്മുടെ ട്രൂവേനോ 86 ഉണ്ടല്ലോ, പാൻഡോ 86 എന്ന് പറഞ്ഞ വണ്ടിപ്രാന്തന്മാർക്ക് അറിയാം ഏതാ വണ്ടിന്ന്. അപ്പോൾ ആ വണ്ടി ഫേമസ് ആവാൻ കാരണം 2 കാരണമാണ്. ഒന്ന് നമ്മുടെ ഡ്രിഫ്റ്റ് കിങ് സുച്ചിയ, അതുപോലെ തന്നെ ഈ ആനിമെ കുറോക്കോ ഇനീഷ്യൽ ഡി എന്ന് പറഞ്ഞ ഈ ആനിമയാണ് ഈ വണ്ടി ഫേമസ് ആക്കാനുള്ള കാരണം. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ വണ്ടിക്കകത്തുള്ള ഒരു ചിലരും ആ വണ്ടി കണ്ടിട്ടുണ്ടാവും. മറ്റേ സൈഡിലൊരു ഫുജിവാറ ടകുമി ടോഫു ഷോപ്പ് എന്ന് എഴുതിയേക്കുന്ന ഒരു ഫുജിവാറ ടോഫു ഷോപ്പ് എന്ന് എഴുതിയേക്കുന്ന ഒരു ഒരു പാൻഡ ട്രൂവേനോ. അത് ഫേമസ് ആവാൻ കാരണം ഈ ആനിമയാണ്. നിങ്ങൾ ഭ്രാന്തന്മാരാണെങ്കിൽ ആനിമെ ഭ്രാന്തരുമാണെങ്കിൽ ഉറപ്പായിട്ടും ഇനിഷ്യലിനെ നിങ്ങൾ കണ്ടിരിക്കണം.